ശില്പം, നമ്മുടെ മലയാള സിനിമ ഇപ്പം ഒരുപാട് മാറിക്കഴിഞ്ഞു. ഓരോ സിനിമ ഇറങ്ങുന്ന സമയത്തും അതിനകത്ത് ഇതുവരെ സംസാരിക്കാത്ത പല വിഷയങ്ങളെയും അല്ലെങ്കിൽ സംസാരിച്ച് കഴിഞ്ഞ പല വിഷയങ്ങളെയും പുതിയ ചില മാനങ്ങളിൽ അവതരിപ്പിച്ചുകൊണ്ടൊക്കെയാണ് മലയാള സിനിമ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെന്താ പറയുക, ഇത്രയും കാലം കണ്ടിരുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം കൊടുത്തിരുന്ന ഒരു നിർവചനത്തെയൊക്കെ മാറ്റി എഴുതിക്കൊണ്ടാണ് മലയാള സിനിമ ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം കാതൽ സിനിമ ഇറങ്ങിയ സമയത്ത് വലിയ ചർച്ചയായിരുന്നു. കാരണം മമ്മൂട്ടിയെ പോലെ ഒരു മെഗാ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു ആള് അത്തരമൊരു റോൾ ഏറ്റെടുക്കാൻ തയ്യാറായതിന് ഒരുപാട് പേര് എന്താ പറയുക നന്നായി അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. കുറേ പേര് വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു. കാരണം മുസ്ലിമിറ്റിയും അദ്ദേഹം ചെയ്ത റോളുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് വളരെ പേര് അതിനെ വിമർശിച്ചുകൊണ്ട് വന്നു. അതല്ലാതെ അദ്ദേഹം ആ റോൾ ഏറ്റെടുക്കാനുണ്ടായ ഗട്ട്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരുപാട് പേര് വന്നിരുന്നു. അതേപോലെ ഇപ്പം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയി ഇറങ്ങിയ സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത്. അപ്പം ആ സിനിമയിൽ ജഗദീഷ് അവതരിപ്പിച്ച ഒരു റോളിനെ പറ്റിയിട്ട് അദ്ദേഹം തന്നെയും പിന്നെ ഷറഫുദ്ദീൻ എന്ന നമ്മുടെ ഒരു നടൻ അദ്ദേഹവും പറഞ്ഞിരുന്നു. അതായത് ഇത്രയും കാലം നമ്മുടെ മലയാള സിനിമയിൽ ആളുകൾ ഓരോ അഭിനേതാക്കളെ ഏറ്റെടുക്കാൻ മടി കാണിച്ചിരുന്ന റോളുകൾ വരുന്ന സിനിമയിൽ എന്താ പറയുക, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ അത് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ജഗദീഷ് തന്നെയും പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് അത്തരമൊരു, അദ്ദേഹം അതിൽ ബൈസെക്ഷൽ ആയിട്ടാണ്, സ്പോയിലേഴ്സ് അലേർട്ട് ഞാൻ പറയാണ്, വോട്ടെവർ, അദ്ദേഹം അതിലൊരു ബൈസെക്ഷൽ ആയിട്ടാണ് ഉള്ള റോളാണ് ചെയ്യുന്നത് മാർക്കോല്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കള്ളു കുടിക്കുന്ന ആളുടെ റോള് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന അതൊന്നും അല്ലാതെ ഒരു പുതിയ റോള് ഞാൻ ചെയ്തു. അതെന്താണ് എന്നെ അതിന് പ്രേരിപ്പിച്ചതെന്ന് അറിയില്ല, പക്ഷെ ഞാൻ അത് ചെയ്തു എന്നുള്ളത്. അപ്പം ഇത്തരം റോളുകളൊക്കെ ഒരു പുതിയ അല്ലെങ്കിൽ ഒരു നല്ല മാറ്റത്തിന്റെ ലക്ഷണങ്ങളല്ലേ? തീർച്ചയായിട്ടും അനുഭവം പറഞ്ഞ പോലെ സ്പോയിലറാണ്. മാർക്കോ കാണാത്തവർ ഈ ചർച്ച കാണുമ്പോൾ സ്പോയിലർ തന്നെയാണ്. എന്നാലും നമുക്ക് പറഞ്ഞ് പോകാതിരിക്കാൻ വയ്യാത്തൊരു വിഷയമാണ് മാർക്കോയിലെ ജഗദീഷ് എന്ന് പറയുന്ന നടന്റെ അഭിനയം എന്ന് പറയുന്നത്. നല്ല മികച്ച രീതിയിൽ അദ്ദേഹം അഭിനയിച്ചു. ഒപ്പം തന്നെ ബൈസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഇന്നും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് അത്രത്തോളം ദഹിക്കാത്ത ഒന്ന് തന്നെയാണ് LGBT പോലെയുള്ള കാര്യങ്ങൾ. അതിലും പ്രത്യേകിച്ച് ഇപ്പൊ ഗേ റിലേഷൻഷിപ്പിനെയും ലെസ്ബിയൻ റിലേഷൻഷിപ്പൊക്കെ നമ്മൾ കോമൺ ആയി നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് അംഗീകരിക്കപ്പെടാനും തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല ബൈസെക്ഷുവാലിറ്റി. നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ബൈസെക്ഷൽ ആയിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കാനും അതല്ലെങ്കിൽ താൻ അതാണ് എന്നുറക്കെ വിളിച്ചു പറയാനുള്ള ധൈര്യം പലർക്കും ഇന്നും കുറവാണ്. ആ സമയത്താണ് ജഗദീഷിനെ പോലെ സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ, വെൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായിട്ടുള്ള, നമുക്കറിയാം ഒരു വിവാദങ്ങളിലും നമ്മൾ കേൾക്കാത്ത പേരാണ് ജഗദീഷ്. അത്രയും നല്ലൊരു ഇമേജിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഈ ബൈസെക്ഷൽ ആണ് താൻ എന്ന് ആ സിനിമയിൽ വിളിച്ചു പറയുന്നത്, ആ ക്യാരക്ടർ ബൈസെക്ഷൽ ആണെന്ന് വിളിച്ചു പറയുന്നത്. അപ്പോൾ അനുഭവം പറഞ്ഞ പോലെ തന്നെ ഷറഫുദ്ദീൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് നമ്മൾ കേട്ടു. ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ ഇന്നത്തെ പുതിയ നടന്മാർ വരെ അഭിനയിക്കാൻ മടി കാണിക്കുന്ന ഒരു റോള് ഏറ്റെടുത്ത് അഭിനയിച്ചിട്ടുണ്ട്. അത് ഈ ജഗദീഷ് ചേട്ടന്റെ ഈ റോളിനെ ആണോ ഉപമിച്ചതെന്ന് നമുക്കറിയില്ല. അദ്ദേഹം പേരൊന്നും പറഞ്ഞു വെക്കുന്നില്ല. പക്ഷെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് എന്ന നിലയിൽ നമ്മളതിനെ വിലയിരുത്തുന്നതാണ്. ഓക്കെ, ഇതായിരിക്കാം. കാരണം അത് കഴിഞ്ഞിട്ടാണ് ജഗദീഷ് ചേട്ടൻ ഒരു പ്രസ് മീറ്റിൽ പറയുന്നത്, താൻ അങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റോള്, ആൾക്കാർ എത്രത്തോളം അംഗീകരിക്കുമെന്നൊന്നും അറിയാത്ത ഒരു വെറൈറ്റി ആയിട്ടുള്ള റോള് താൻ ചെയ്തു എന്ന് ജഗദീഷ് ചേട്ടൻ പറയുന്നു. പിന്നെ ഈ 2 പ്രസ് മീറ്റുകളും വളരെയധികം ചർച്ചയാവാൻ തുടങ്ങി മലയാളികൾക്കിടെ. എന്തായിരിക്കും ആ റോള്, എന്താണ് ജഗദീഷ് ചേട്ടൻ ചെയ്തിട്ടുണ്ടാവുക, ഷറഫുദ്ദീൻ പറഞ്ഞ ജഗദീഷ് ചേട്ടനെ കുറിച്ചിട്ടാണോ, അങ്ങനെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായി. അപ്പോഴാണ് മാർക്കോ വരുന്നത്. മാർക്കോയിൽ നമ്മൾ കാണുകയാണ് ഒരു സീനിൽ ജഗദീഷ് ചേട്ടൻ തന്നെ പറയാണ്, എനിക്ക് പെണ്ണ് തന്നെ വേണമെന്നില്ല, ആണായാലും എനിക്ക് ഓക്കെയാണ്, എൻ്റെ കൈകൊണ്ട് എനിക്ക് ആരെയും വശത്താക്കാൻ സാധിക്കും, അത് ആണായാലും പെണ്ണായാലും കുഴപ്പമില്ല, ഐ ആം എ ബൈസെക്ഷൽ എന്ന് അദ്ദേഹം എന്താ പറയുക ഒരു മടിയും കൂടാതെ ഭയങ്കര ലാഘവത്തോടു കൂടി പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആക്ടർ, അതും പ്രത്യേകിച്ച് ജഗദീഷ് ചേട്ടനെ പോലുള്ള ഒരു ആക്ടർ അത് പറയുക എന്ന് പറയുമ്പോൾ അതൊരു ബെഞ്ച് മാർക്ക്. ഇപ്പൊ മാർക്ക് ഒരു ബെഞ്ച് മാർക്ക് ആണെന്ന് പറയുന്നത് പോലെ തന്നെ ആ ഒരു ഡയലോഗ് ഒരു ബെഞ്ച് മാർക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടെ ഒരു ജനറേഷനിൽ ഇപ്പൊ ജഗദീഷ് എന്ന് പറയുന്ന അദ്ദേഹം അഭിനയിച്ചിരുന്ന ആ ഒരു ഇറയിലുള്ള ആളുകൾ ഇപ്പോഴും അതിൽ എന്താ പറയുക, ഇപ്പോഴും അഭിനയ രംഗത്തുള്ളവരാണെങ്കിൽ പോലും അവരാരും ഇത്തരം റോളുകൾ ഏറ്റെടുക്കാൻ തയ്യാറാവും തോന്നില്ല. കാരണം അതുപോലത്തെ റോളുകൾ ഇതുവരെയും ആരും ചെയ്തിട്ടില്ല, മമ്മൂട്ടി ഒഴികെ. അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു സിനിമയിൽ ചെയ്തിട്ടുണ്ട്, പണ്ടത്തെ ഒരു സിനിമ. നമ്മൾ ഇതിനെ കുറിച്ചൊന്നും സംസാരിക്കുന്നതിന് മുൻപുള്ള ഒരു സിനിമയിൽ അദ്ദേഹം അങ്ങനെ ഒരു കഥാപാത്രമായി എത്തിയിട്ടുണ്ട്. പക്ഷെ ആളുകൾ അതിനെയൊക്കെ എടുക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മോശമായ രീതിയാണ്. അല്ലെങ്കിൽ ഇവർ പേഴ്സണലി അല്ലെങ്കിൽ അവരുടെ റിയൽ ലൈഫിൽ അങ്ങനെയാണ് എന്നുള്ള തരത്തിലാണ് ഇങ്ങനെ പോർട്രേ ചെയ്യാൻ പോകുന്നത്. ഈ ബൈസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ഒരു പാതകമൊന്നുമല്ല, അതൊരു നോർമൽ സംഭവമാണ്. ചില ആൾക്കാർ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, ഈ ഗേ അല്ലെങ്കിൽ ലെസ്ബിയൻ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ അവർ സ്വയം അങ്ങനെയായി മാറുകയാണ്.
ഞാൻ അതാവാൻ വേണ്ടിയിട്ട് അതാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ആവുന്ന ആൾക്കാരോട് നമ്മൾ പറയാറുണ്ട്, ഇവര് ആണിനെ പോലെ നടന്നാ പോരെ, അല്ലെങ്കിൽ ഇവർക്ക് പെണ്ണിനെ പോലെ നടന്നാ പോരെ, ഇവര് വേണമെന്ന് വെച്ചിട്ട് ഓക്കെ നാളെ മുതൽ ഞാൻ ആണായി നടക്കാം എന്ന് പറഞ്ഞ് നടക്കുന്നവരല്ല. അതല്ലെങ്കിൽ എനിക്കൊരു പെണ്ണ് വേണ്ട, ഞാനൊരു ചെക്കനെ പ്രേമിച്ച് വെറൈറ്റി ആവാം എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നവരല്ല ഗേ എന്ന് പറയുന്നവര്. അവർക്ക് അവരുടേതായ ഹോർമോണൽ കാര്യങ്ങളും അതും ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവരങ്ങനെ ആയി മാറുക എന്നുള്ളത്. ഗേ കപ്പിളിന്റെ ഒരു ബയോഗ്രഫിക് വീഡിയോ ഞാൻ കണ്ടിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പൊ അതിലുള്ള ഒരാൾ, ആ കപ്പിളിലുള്ള ഒരാൾ പറയുന്ന, അയാള് എന്താ പറയാ, ഫാമിലിന്റെ ഒരു ഫോഴ്സ് കാരണം അദ്ദേഹം കല്യാണം കഴിക്കേണ്ടി വന്നു, ഒരു സ്ത്രീയെ കല്യാണം കഴിക്കേണ്ടി വന്നു, അതിൽ കുഞ്ഞുങ്ങളുണ്ടായി. എന്നിട്ടും അദ്ദേഹത്തിന് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കാരണം അദ്ദേഹത്തിന്റെ മനസ്സ് ഒരു പുരുഷനിലാണ് ആകൃഷ്ടനായിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ബന്ധത്തിൽ അദ്ദേഹത്തിന് തുടരാൻ കഴിയാതെ വന്നപ്പോൾ അവസാനം അദ്ദേഹം അത് എങ്ങനെയോ അതിൽ നിന്നൊരു വിടുതൽ നേടി പുറത്തു വന്ന് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ അദ്ദേഹം ജീവിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ആ ഒരു വീഡിയോന്റെ കമന്റ് സെക്ഷനിൽ ഞാൻ കണ്ടൊരു കമന്റ് ആയിരുന്നു, എന്താണ്, ഭാര്യയുടെ കൂടെ ഇത്ര സന്തോഷമായി സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അത് കളഞ്ഞിട്ട് ഒരു പുരുഷന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുക? എത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതിയാണത്. ആളുകൾ ഇപ്പോഴും ഈ നൂറ്റാണ്ടായിട്ടും എന്താണ് ബൈസെക്ഷൽ, എന്താണ് ഗേ, എന്താണ് ലെസ്ബിയൻ എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു വിധത്തിലുള്ള അവഗാഹവും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിന്റെ കൃത്യമായൊരു ഡെഫിനിഷൻസ് മലയാളികളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിപ്പെടുന്നത് ബിഗ് ബോസില് റിയാസ് LGBTQ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലിപ്പുണ്ട്. അത് വളരെയധികം വൈറലായിരുന്നു. L എന്ന് പറയുന്നത് ലെസ്ബിയൻ ആണ്, അല്ലെങ്കിൽ G എന്ന് പറയുന്നത് ഗേ ആണ്, B പറയുന്നത് ബൈസെക്ഷൽ ആണ്, T ട്രാൻസ്ജെൻഡേഴ്സ് ആണ്, Q ക്യൂർ ആണ്. ഈ വാക്കുകളെല്ലാം മലയാളികൾക്ക് ക്ലിയർ. നമ്മളെല്ലാവരും LGBTQA+ എന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഇത് എന്താണ്, അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്താണ്, ബൈസെക്ഷുവാലിറ്റി ഇത് എന്താണെന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ഐഡിയ ഒന്നുമില്ല, പറഞ്ഞു പോകലാണ്. അപ്പോൾ അന്ന് റിയാസ് ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, ലെസ്ബിയൻ എന്ന് പറയുമ്പോൾ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നതിനെയാണ് ലെസ്ബിയൻ എന്ന് പറയുന്നത്, ഒരാണിന് ആണിനോട് തോന്നുന്നത് ഗേ ആണ്. അങ്ങനെ എല്ലാത്തിനും ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോ ആണ് എനിക്കോട് മലയാളികൾക്ക് കുറച്ചെങ്കിലും എന്താണ് ഇത് എന്നുള്ളതിൻ്റെ അറിവ് കൊടുത്തിട്ടുള്ളത്. അതുവരെ ആരും അതിനെക്കുറിച്ച് അത്ര ഓപ്പണായി സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയവും അല്ലെങ്കിൽ ആ വീഡിയോ ക്ലിപ്പ് വളരെയധികം വൈറലാവുകയും ചെയ്തത്. ഇപ്പൊ നമ്മൾ ഈ മാർക്കോയിലെ ക്യാരക്ടറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ അതിൽ പല സീനുകളിലും ജഗദീഷ് എന്ന് പറയുന്ന നടൻ തന്റെ ബൈസെക്ഷുവാലിറ്റി എവിഡന്റ് ആക്കുന്നതായിട്ടുണ്ട്. ഒരുപാട് സീനുകൾ അത് നമ്മൾ ക്രിട്ടിക്കലി നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക, ഓക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു ഇതാണ് ഉദ്ദേശിക്കുന്നത്, ഓക്കെ അദ്ദേഹത്തിന്റെ ക്യാരക്ടറിന് ഇങ്ങനെ ഒരു പോർട്രയിലാണ് അവർ കൊടുത്തു വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനിയിപ്പോ ഈ സിനിമ കണ്ട പകുതി പേര് മേ ബി ആ ബൈസെക്ഷൽ എന്നുള്ള വാക്ക് സ്ട്രൈക്ക് ചെയ്യാതെ പോയവരായിരിക്കും, അവരെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഇനി ഇത്തരത്തിലുള്ള ചർച്ചകൾ വരാൻ തുടങ്ങും. ഈ ചർച്ചകൾ വരുമ്പോഴാണ് ഈശ്വര അയാൾ എന്തിനാ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യാൻ പോയേ, അയാൾ ഇത്ര നല്ലൊരു നടനായിട്ട് ഇത്ര മോശമായ ഒരു ക്യാരക്ടർ ചെയ്യണോ? അവിടെ ജഗദീഷ് അവിടെ കാഴ്ചവെച്ച അഭിനയത്തെ കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ കാണിച്ച ഗട്ട്സിനെ കുറിച്ചിട്ടൊന്നും ആരും സംസാരിക്കാൻ പോകുന്നില്ല. അവിടെ അദ്ദേഹം എന്തിന് വൃത്തികേട് കാണിച്ചു എന്നുള്ള രീതിയിലേക്കാണ് അതിനെ പറഞ്ഞു വെക്കാൻ പോകുന്നത്. ഈ ബൈസെക്ഷുവാലിറ്റി, ഒരു ആണിനോടും പെണ്ണിനോടും ഇഷ്ടം തോന്നുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഒരു ആണിനെയായിട്ടും പെണ്ണിനെയായിട്ടും ഫിസിക്കൽ റിലേഷൻഷിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. അത് ഒരു നാച്ചുറൽ സംഭവമാണ്. ചില ആൾക്കാർക്ക് അത് അങ്ങനെയാണ്. അതിന് വലിയ ഡെഫിനിഷൻ കൊടുക്കേണ്ട ആവശ്യകതയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം ശില്പ പറഞ്ഞ പോലെ അതൊരു എന്താ പറയാ ഭയങ്കര ഗട്ട്സ് വേണ്ട ഒരു കാര്യമല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം അത് നോർമലാണ് എന്ന് തീർച്ചയായിട്ടും പറയുമ്പോൾ നമ്മൾ അതിനെ നോർമലൈസ്, നമ്മൾ കലിപ്പനായിട്ട് ജീവിക്കുക, കലിപ്പനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്ന അത് നോർമൽ അല്ലേ? അതെ. അതല്ലെങ്കിൽ ചില ആൾക്കാർ എന്താ പറയാ, പണ്ട് നമ്മൾ ഈ ചാന്തുപൊട്ട് പോലത്തെ സിനിമകൾ വന്ന സമയത്ത് ദിലീപിന്റെ ക്യാരക്ടറൊക്കെ വളരെയധികം ആണും പെണ്ണും കെട്ടവൻ. ഇന്നത് കുറച്ചുകൂടി ഫെമിലിയർ ആയി. ഇന്ന് ട്രാൻസ്ജെൻഡേഴ്സ് ആയ ആക്ടേഴ്സ് ഉണ്ട്, നമുക്ക് ആക്ട്രസുകളുണ്ട്. അവർ എന്ത് കൃത്യമായിട്ടാണ് അത് ചെയ്തു പോകുന്നത്. അത് കോമൺ ആയി, അതുപോലെ ഭാവിയിൽ കോമൺ ആകാൻ പോകുന്നത് തന്നെയാണ് ഈ ബൈസെക്ഷുവാലിറ്റിയും ഗെയിം ലെസ്ബിയനും ഇപ്പോൾ കുറച്ചും കൂടി അംഗീകരിക്കാൻ തുടങ്ങി. കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള കപ്പിൾസ് വന്നു. എങ്ങനെയാണ് അത് വന്നത്? ആൾക്കാർ ഇതിനെ സ്വീകരിക്കും എന്നുള്ള ആർക്കോ തോന്നിയ ഒരു ധൈര്യത്തിന്റെ പുറത്ത് ഒരാൾ പുറത്തു വന്നത് പറഞ്ഞപ്പോഴാണ് പിന്നീടുള്ളവർക്ക് ആ വഴിയിൽ അത് തുടർന്ന് വരാൻ തുടങ്ങിയത് അല്ലേ? അല്ലെങ്കിൽ ആരും ഇപ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുമായിരിക്കും. മേ ബി ഭാവിയിൽ ഇതൊക്കെ വളരെ കോമൺ ആയിരിക്കും. മേ ബി കല്യാണങ്ങൾ പോലും ഇതിന്റെ അടിസ്ഥാനത്തിലേക്കായി മാറാവുന്ന ഒരു കാലഘട്ടമൊക്കെ പുറത്തൊക്കെ അത് ഇപ്പോഴും ഉണ്ട്. വെസ്റ്റേണൈസേഷൻ ചെയ്യുകയല്ല ഇന്ത്യൻ കൾച്ചറിനെ, പക്ഷെ എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂല് ശ്രീനാഥ് കാര്യാട്ട് എന്ന് പറയുന്ന ഒരു ഏട്ടനുമായിട്ടുള്ള ഇന്റർവ്യൂല് ബാക്ക് മീഡിയയില് അദ്ദേഹം പറയുന്നുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് പോളിഗമസ് ആണ്. മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ പാർട്ട്ണറിൽ ജീവിക്കുന്നവരല്ല മനുഷ്യന്മാരുടെ പ്രകൃതം അതല്ല. പക്ഷെ ഇവിടുത്തെ കുടുംബ വ്യവസ്ഥകള് അതല്ലെങ്കിൽ ഈ
എന്താ പറയാ നമ്മുടെ സാമൂഹിക വ്യവസ്ഥ സ്വത്തുക്കളുടെ മേലുള്ള തർക്കങ്ങള് ഇതൊക്കെ കാരണം അവസാനം ഈ കുടുംബം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥയിലേക്ക് പോയതാണ്. പണ്ട് കാലത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാലോചിച്ച് നോക്ക്, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ദശരഥന് 3 ഭാര്യമാരുണ്ട്. അതിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുന്നില്ലേ? അതിനെയൊക്കെ നമ്മൾ എന്താ, വീരശൂര പരാക്രമിയായ ദശരഥന് 3 ഭാര്യമാർ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതായത് ദശരഥൻ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പുള്ള ഒരു വൃത്തികെട്ടവനാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? പറയുന്നില്ല. പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരുണ്ടെന്ന് പറയുമ്പോൾ പാഞ്ചാലി അത്രയും മഹത്തായ ഒരു സ്ത്രീ ആയിട്ടാണ് പറയുന്നത്. അല്ലാതെ അവളൊരു വേശ്യയാണ്, അല്ലെങ്കിൽ അവൾക്ക് അതിന് കണ്ടില്ലേ 5 ചെക്കന്മാരുടെ കൂടെയാണ് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ ആരും പുച്ഛിക്കുന്നുണ്ടോ പാഞ്ചാലിയെ? ഇല്ല. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു നോർമൽ സ്ത്രീയോ പുരുഷനോ ആയിരുന്നെങ്കിലോ അവര് അത്രത്തോളം ഗതികേടില്ലാത്തവരായി മാറും. നമ്മുടെ സൊസൈറ്റി അങ്ങനെ പോർട്രേ ചെയ്ത് വെക്കുന്നതാണ്. അല്ലെങ്കിൽ പണ്ടത്തെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിച്ചു നമുക്ക് കാണാൻ സാധിക്കും, ഈ അമ്മ ഭാര്യ മരിച്ചതിനാൽ ഭാര്യ അനിയത്തി, നമ്മുടെ ഷാജഹാന്റെ പ്രണയത്തെ നമ്മൾ വാനോളം പുകഴ്ത്തുന്നതല്ലേ. ഷാജഹാൻ 7 ഭാര്യമാരുണ്ടായിട്ടുണ്ട് ഷാജഹാൻ. അപ്പോൾ ഈ മൾട്ടിപ്പിൾ റിലേഷൻ, ബൈസെക്ഷുവാലിറ്റി, ഗേ, ലെസ്ബിയൻ എല്ലാ സാധനങ്ങളും വളരെ കോമൺ ആണ്. പണ്ട് കാലത്ത് ആൾക്കാർ അതിനെ അത്രയും കോമൺ ആയി കണ്ടിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ പിന്നീട് വന്ന വ്യവസ്ഥകളിൽ അത് മാറിപ്പോയതാണ്. പക്ഷെ ഇന്ന് ഇപ്പൊ ആരെങ്കിലും ഒക്കെ അത് തുറന്നു പറയുമ്പോൾ, അല്ലെങ്കിൽ ചില സിനിമകളെങ്കിലും അത് ആസ്പദമാക്കി ഓക്കെ ഇങ്ങനത്തെ സൊസൈറ്റി നമ്മുടെ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമായിട്ടാണ് എനിക്ക് തോന്നുന്നത്.